ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രശ്നം തന്നെയാണ്. ഇന്ന് മാത്രമല്ല, ഇന്നലെ രാത്രിയിൽ അദ്ദേഹത്തിനെ ഇ ഡി അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചോടെ ചെറുതായിട്ട് ആൾക്കാരൊന്ന് നടുങ്ങി. അത് ആം ആദ്മി പ്രവർത്തകർ മാത്രമല്ല, മറ്റുള്ള പ്രതിപക്ഷ കക്ഷികളും ഒക്കെ തന്നെ നടുങ്ങിയിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കും? 10 മണി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുള്ള ഒരുക്കങ്ങൾ ഡൽഹിയിൽ തകൃതിയായി നടക്കുകയാണ്. ഇന്നലെ വളരെ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലൂടെയാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇ ഡി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ നമുക്കൊപ്പം ചേരുകയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി. അച്യുതൻ, ഗുഡ് മോർണിംഗ്. അച്യുതൻ, വെൽക്കം ടു ദിസ് മ്യൂസിയം. അപ്പോൾ ഈ മ്യൂസിയത്തിലൊക്കെ നിൽക്കും മനോഹരമായ കാഴ്ചയാവുകൊണ്ട് പറഞ്ഞ അച്യുതൻ, ഡൽഹി കടുത്ത ചൂടിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയ ചൂടിലാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതിൽ സംശയമൊന്നുമില്ല. എന്താണ് അതിന്റെയൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ഗുഡ് മോർണിംഗ് എസ് കെ. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വലിയ തയ്യാറെടുപ്പുകളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ്. കാരണം ഇന്ന് കേജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒപ്പം തന്നെ ആം ആദ്മി പ്രതിഷേധം, രാജ്യവ്യാപക പ്രതിഷേധമാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് എല്ലാ BJP ഓഫീസുകളിലേക്കുമാണ് ആ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് SKN നമ്മുടെ ഡൽഹിയിലെ BJP ആസ്ഥാനത്താണ്. എനിക്ക് 50 മീറ്റർ അകലെയാണ് BJP ആസ്ഥാനമുള്ളത്. BJP ആസ്ഥാനത്തിന്റെ മുൻപിൽ വലിയ രീതിയിലുള്ള പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗവും തുടരുകയാണ്. രണ്ട് വശത്തായിട്ടും BJP ആസ്ഥാനത്തിന്റെ രണ്ട് വശങ്ങളിലുമായി റോഡ് പൂർണ്ണമായും ബന്ധിച്ചിരിക്കുകയാണ്. 2 നിരയായിട്ടാണ് ബാരിക്കേഡുകൾ നിരത്തി ആ റോഡ് ബന്ധിച്ചിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിന്റെ പുറകുവശം, അതായത് ഇവിടെ നിന്ന് ഈ റോഡിന്റെ മറുവശം ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാണ് ആം ആദ്മിയുടെ ആസ്ഥാനം വരുന്നത്. അവിടെ നിന്ന് പ്രതിഷേധക്കാർ പ്രതിഷേധവുമായി എത്തുമെന്നത് കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ 2 നിരയായിട്ട് ബാരിക്കേഡുകൾ ഇവിടെ ഒരുക്കി ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് മറുവശത്തായിട്ട്, അതായത് ഈ ആം ആദ്മി ഓഫീസിന്റെ ആ ഭാഗത്തും ബാരിക്കേഡുകൾ നിരത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തുകയായിരുന്നു. പ്രത്യേകിച്ച് ED ആസ്ഥാനത്തിന് മുൻപിൽ, റോസ് അവന്യൂ കോടതിക്ക് മുൻപിൽ, അതുപോലെ തന്നെ ഈ റോസ് അവന്യൂ കോടതിയുമായി കണക്ട് ചെയ്യുന്ന എല്ലാ റോഡുകളും ആ റോഡുകളിലേക്കുള്ള കവാടങ്ങളും ബന്ധിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ വീണ്ടും സ്വാഗതം. ഇത് എന്താ സ്ഥാപനം? ഇത് നേപ്പിയർ മ്യൂസിയം അല്ലെങ്കിൽ ആർട്ട് മ്യൂസിയം ആണ്. എന്താ തുറക്കാത്ത? എന്താ ഇത്? തുറക്കാൻ സമയമായി വരുന്നു. സൂപ്രണ്ടല്ലേ? അതെ അതെ. എന്താ പേര്? എന്റെ പേര് മഞ്ജുള ദേവി. ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ടല്ലേ? സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ ഇത് ഉടനെ തുറക്കണം. കാര്യം ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കീ ഇല്ലേ? നമ്മൾ സംഘടിപ്പിച്ചു തരണോ? കീ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ എളുപ്പം തുറന്നോളൂ. ഓക്കെ, അപ്പൊ ഈ ഡൽഹി റോസ് അവന്യൂ കോടതിക്ക് മുമ്പിൽ നമ്മുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ കൂടിയുണ്ട്. രാവിലെ മുതൽ രാധാകൃഷ്ണൻ ഈ കോടതിക്ക് മുന്നിൽ നിൽക്കുകയാണ്. മാത്രമല്ല, ഈ അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവരുന്ന സമയത്തൊന്നും മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം സമ്മതിക്കാതിരിക്കാൻ എല്ലാവിധമായ ഒരുക്കങ്ങളും ഡൽഹി പോലീസ് ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളെയൊക്കെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ആ രാധാകൃഷ്ണൻ പറയും. രാധാകൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു മ്യൂസിയം. പറയൂ. SKN, ഞാൻ ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാം. SKN, വളരെ വേഗത്തിൽ ജനങ്ങൾക്ക് അതാവുമ്പോൾ കാര്യം മനസ്സിലാവും. ഇപ്പോൾ ഈ റോസ് അവന്യൂ കോടതിയുടെ മുമ്പിലേക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടേക്ക് ആരെയും കടത്തിവിടാതിരിക്കുക എന്നതാണ് ലക്ഷ്യം. അല്പസമയം മുമ്പ് ഈ പഞ്ചാബിലെ മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടേക്ക് എത്താനായി ശ്രമം നടത്തിയിരുന്നു. അവരെ ഇവിടേക്ക് വിട്ടിട്ടില്ല. പഞ്ചാബ് ആരോഗ്യമന്ത്രി ഇവിടേക്ക് വന്നിരുന്നു. അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. SKN, അതിന്റെ ബൈറ്റൊക്കെ നമുക്ക് അല്പസമയത്തിനകം നൽകാം. അദ്ദേഹത്തെയും കടത്തിവിട്ടില്ല. അദ്ദേഹത്തെ പോലീസുകാർ അകത്തേക്ക് പോയപ്പോൾ ബലം പ്രയോഗിച്ച് മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. അരവിന്ദ് കെജ്രിവാളിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കൃത്യമായിട്ടും പോലീസിന്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. മാധ്യമങ്ങൾക്കോ മറ്റേതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ ഒരുക്കിയാണ് വരുന്നത്. ഇവിടേക്ക് ആം ആദ്മി പാർട്ടി പ്രതിഷേധം നടത്തുമെന്ന് രാവിലെ അറിയിച്ചിരുന്നെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരെ ആരെയും ഇവിടേക്ക് കടത്തിവിട്ടിട്ടില്ല. SKN അറിയാവുന്ന പോലെ ITO ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കേറിയ ഒരു മേഖലയാണ്. ഇവിടെ ഇപ്പോൾ ഈ ബൈക്ക് പോലീസുകാരെ പോലും കൊണ്ടുവന്ന് വിന്യസിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരെങ്കിലും ബൈക്ക് മാർഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുഖേനയോ ഈ മേഖലയിലേക്ക് എത്തിയാൽ അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ വിഭാഗത്തിന്റെ ലക്ഷ്യം. അങ്ങനെ മെട്രോയിൽ ഇവിടെ ITOയിൽ ഇറങ്ങാനായിട്ടുള്ള ശ്രമമുണ്ടെങ്കിൽ മെട്രോ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി അരവിന്ദ് കെജ്രിവാളിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന നടപടികൾ പൂർത്തിയാക്കാനായിട്ടാണ് ഇപ്പോൾ
ഇപ്പോൾ ഡൽഹി പോലീസ് ശ്രമിച്ച് വരുന്നത് SKN? താങ്ക് യു ആർ രാധാകൃഷ്ണൻ. യഥാർത്ഥത്തിൽ മുഴുവൻ രാജ്യത്തിന്റെ ശ്രദ്ധയും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിലാണ്. അദ്ദേഹം ഇപ്പോൾ ED കസ്റ്റഡിയിലാണ്. കോടതി മുന്നിൽ അദ്ദേഹം ഹാജരാകും. അതുപോലെ ഇന്ന് അദ്ദേഹത്തിന്റെ ഹർജിയും സുപ്രീം കോടതിയിൽ വരികയാണ്. ഈ അറസ്റ്റ് നിയമപരമല്ല എന്ന് കാണാൻ കോടതി പറഞ്ഞില്ല. പ്രത്യേകിച്ച് ഈ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു അറസ്റ്റിന് ED ശ്രമിച്ചതും നടപ്പാക്കിയതും ശരിയായില്ല എന്ന് കാണാൻ കോടതി പറഞ്ഞാൽ അതൊരു വലിയ തലവേദനയാവും EDക്ക്. അപ്പോൾ നമ്മുടെ വിജയൻ പറയുന്ന ഒരു കാര്യം കൂടി പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. SKN മ്യൂസിയത്തിന് നേരെ മൃഗശാലയിലേക്ക് പോയാലേ സഹജീവികളെയൊക്കെ ഒന്ന് കാണാമായിരുന്നു. വിജയൻ കൂടി വന്നാൽ നമുക്കൊന്ന് കാണാമായിരുന്നു. വിജയ, താങ്ക് യു വിജയ. വിജയൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞല്ലോ കാര്യങ്ങൾ.